ഒട്ടേറെ വാർത്തകൾ സൃഷ്ടിച്ച ഇരുട്ടിൽ വെളിച്ചം പകർന്നുകൊണ്ടാണ് ചില വാർത്തകൾ കടന്നു വരിക, ചില സംഭവങ്ങൾ ഉണ്ടാവുക. കർണാടക സംസ്ഥാനം ദില്ലിയിൽ പോയി സമരം ചെയ്യാൻ തീരുമാനിച്ചത് അങ്ങനെ ഒരു വാർത്തയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ദില്ലിയിൽ കേരളം പ്രഖ്യാപിച്ച സമരം സമരമല്ല, അതൊരു സെമിനാർ മാത്രമായി മാറാൻ പോകുന്നു എന്ന് വലതുപക്ഷ നിരീക്ഷകരും മാധ്യമങ്ങളും ഒക്കെ വിധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ദില്ലിയിൽ കേരളം നടത്താൻ പോകുന്ന സമരാഭാസം അത് ഒരു സമരാഭാസം മാത്രമാണ്. അത് തെരഞ്ഞെടുപ്പ് സമയത്ത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഏർപ്പാടാണ്. കേരളം പറയുന്നത് പോലെ കേന്ദ്രം ഒന്നും തരാനില്ല എന്നൊക്കെയുള്ള വാദങ്ങൾ ഇവിടെ പരക്കുന്നൊരു കാലത്ത് ആ വാദങ്ങളൊക്കെ അപ്രസക്തമാണ് എന്ന് തെളിയിക്കുന്നതായി മാറി കർണാടകത്തിൻ്റെ ആ സമരം. ഇന്ന് ആ സമരം ദില്ലിയിൽ അരങ്ങേറി. ആ സമരത്തെക്കുറിച്ചാണ്, ആ സമരം എന്ന സംഭവം, ആ വാർത്ത നമുക്ക് തരുന്ന വെളിവുകളെക്കുറിച്ചാണ് ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. രാജേന്ദ്ര, എന്താണ് കൂട്ടിച്ചേർക്കാനാവുന്നത്? അത് ഏറെ ശ്രദ്ധേയമായൊരു സമരമാണ്. അതിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിഫലനം എന്ന് പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പം മുമ്പ് ഈ പാർലമെൻറ്റിൽ നടത്തിയ പ്രസംഗമാണ്. അതിനകത്ത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാചകം എന്ന് പറഞ്ഞാൽ, കോൺഗ്രസ് എന്ന പാർട്ടി തെക്കേ ഇന്ത്യയെയും വടക്കേ ഇന്ത്യയും വിഭജിക്കാൻ ശ്രമിക്കുന്നു എന്നാണ്. കോൺഗ്രസിൻ്റേതൊരു വിഭജന രാഷ്ട്രീയമാണ് എന്ന് പറഞ്ഞാൽ ഒരു ദക്ഷിണേന്ത്യൻ വികാരം ആളിക്കത്തിച്ച് രാഷ്ട്രത്തെ വിഭജിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ അതിന് ഒരു അടിസ്ഥാനമായിട്ടുള്ള കാരണമെന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ കർണാടക സർക്കാർ ദില്ലിയിൽ നടത്തുന്ന സമരം തന്നെയാണ്. കർണാടകത്തിലെ ഭരണ നേതൃത്വവും കോൺഗ്രസ് നേതൃത്വവും തീരുമാനിച്ചിരുന്നത് ശരിക്കും പറഞ്ഞാൽ ഇന്നായിരുന്നില്ല അവർ തീരുമാനിച്ചിരുന്നത് കേരളത്തിൻ്റെ സമരം കഴിഞ്ഞ് മറ്റൊരു ദിവസമായിരുന്നു. എന്നാൽ കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കളുടെ ഇടപെടലിനെ തുടർന്നാണ് അത് കേരളം സമരം നടത്തുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള ദിവസമാക്കി മാറ്റി. എന്നിട്ടും അവർ ഉദ്ദേശിച്ചത് നടന്നിട്ടില്ല. അതായത് അപ്പോൾ മോദി പറയുമ്പോൾ ഒരു പ്രശ്നമില്ലേ? മമത സമരം നടത്തുന്നുണ്ട്, ആം ആദ്മി പാർട്ടിയുടെ സർക്കാരുകൾ സമരം നടത്തുന്നുണ്ട്. അതൊക്കെ ഉണ്ടായിരിക്കെ തെക്കേ ഇന്ത്യക്കാർക്ക് മാത്രമാണ് എന്നോട് വിരോധം എന്ന് പറഞ്ഞ് ജനങ്ങളെ നോക്കി വിലപിക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? അല്ല, അതിൻ്റെ കാരണം ഈ മോദിക്ക് ഏറ്റവും തിരിച്ചടിയാവാൻ പോകുന്നത് തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ്. അത് മുൻകൂട്ടി കണ്ടറിയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ വിഭജന രാഷ്ട്രീയമാണ് വിഷയമെങ്കിൽ ഏറ്റവും കൂടുതൽ അത്തരം പ്രശ്നങ്ങളുള്ള സംസ്ഥാനം എന്ന് പറയുന്നത് BJP ഭരിക്കുന്ന മണിപ്പൂരാണ് ഏറ്റവും. കാരണം മണിപ്പൂരിൽ നിന്നുമുള്ള കേന്ദ്രമന്ത്രി BJPയുടെ പ്രമുഖനായ നേതാവ് രഞ്ജൻ സിംഗ് തന്നെ ഒരു മെയ്തേയ് വിഭാഗത്തിൻ്റെ അവർ നിർബന്ധിപ്പിച്ച് സംഘടിപ്പിച്ച ഒരു പരിപാടി, ആ ഒരു തീവ്രവാദ സംഘടനയുടെ അവർ വിളിച്ചു ചേർത്ത യോഗത്തിൽ പങ്കെടുത്ത് എൻ്റെ ആഭിമുഖ്യം മെയ്തേയ് വിഭാഗത്തോടാണ്, അല്ലാതെ അത് രാഷ്ട്രത്തിനോടല്ല എന്നൊരു സന്ദേശം നൽകിക്കൊണ്ട് ഒരു പ്രതിജ്ഞ ചൊല്ലിയ ഒരു വ്യക്തിയാണ് ഈ നരേന്ദ്രമോദി സർക്കാരിൽ ഒരു മന്ത്രി. അതിരിക്കെയാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ സമരത്തിനെതിരെ അദ്ദേഹം അതിനപ്പോൾ അദ്ദേഹം ദേശീയ തലത്തിൽ ഇതിൻ്റെ വിഷയമെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഈ മോദിയുടെ ഈ പ്രസ്താവനയായിരിക്കാം ഒരുപക്ഷെ നാളെ ഇന്നും അതുപോലെ നാളെയും എല്ലാം മാധ്യമങ്ങളെല്ലാം വലിയ വാർത്ത ഉയർത്തി കാണിക്കുന്നത്. ആ രീതിയിലായിരിക്കും ഒരുപക്ഷെ ഒരു ഉത്തരേന്ത്യയിൽ നിന്നുള്ള BJP നേതാക്കളും ഉത്തരേന്ത്യൻ മാധ്യമങ്ങളുമെല്ലാം ദേശീയ മാധ്യമങ്ങളെല്ലാം തന്നെ ഉയർത്തി കാണിക്കാനും പോകുന്നത്. പക്ഷേ അതിനും അപ്പുറത്ത് മുന്നോട്ട് വയ്ക്കുന്ന കുറേ യാഥാർത്ഥ്യങ്ങളുണ്ട്. ഇപ്പോൾ കർണാടക, കേരളം, അതുപോലെ ഈ തെലങ്കാന, തമിഴ്നാട്, ഈ സംസ്ഥാനങ്ങളെല്ലാം നേരിടുന്ന ചില പ്രശ്നങ്ങളുണ്ട്. അതേസമയം അത്തരമൊരു പ്രശ്നം ആന്ധ്രാപ്രദേശിനെ സംബന്ധിച്ചില്ല. അത് YSR റെഡ്ഡിയും മോദിയും തമ്മിലുണ്ടാക്കിയ ഒരു ധാരണയുണ്ട്. ആ ധാരണ അനുസരിച്ച് ഈ ഒരു BJPയും ആന്ധ്രാപ്രദേശ് BJPയും YSR കോൺഗ്രസും പരസ്പരം ഏറ്റുമുട്ടുന്ന പാർട്ടികളാണ്. പക്ഷേ ദേശീയ തലത്തിൽ എന്ത് വിഷയമുണ്ടായാലും നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പോൾ ഭൂരിപക്ഷത്തിന് കുറവുണ്ടെങ്കിൽ ഞങ്ങൾ സഹായിക്കാം, പക്ഷേ ഞങ്ങളെ സാമ്പത്തികമായി ഈ കേരളത്തെയും തമിഴ്നാടിനെയും കർണാടകത്തെയും ഒന്നും ഞെക്കിപ്പിഴിയുന്നത് പോലെ പിഴിയരുത്. അങ്ങനെ ഒരു ധാരണയാണ്. ഇതാണ് അതിൻ്റെ അടിസ്ഥാന കാരണം. ഇതാണ്